വൈകുന്നേരം ആയാൽ പിന്നെ ഇടിയും മഴയും നെറ്റ്വർക്ക് ഇഷ്യൂ കറണ്ടില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ പെൻഡിങ് ആവുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കസിൻസ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് അവർ വന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് എൻ്റെ മൂത്ത ആളായിട്ട് ഭയങ്കര കൂട്ടമാണ് കേട്ടോ. രാത്രി ഉറങ്ങാൻ നേരത്തെ ഇവരൊക്കെ ഒരേ സൈഡിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ റൂം തുറന്ന് നോക്കുമ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ കിടക്കുന്നത്. ഇത് അന്ന് ശനിയാഴ്ച കൊടുക്കാനുണ്ടായിരുന്ന ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാനായിട്ട് ഒരു ½ kgയുടെ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്കും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് കൊടുക്കാൻ വേറൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിറ്റേ ദിവസം ഞായറാഴ്ചത്തേക്ക് രാവിലെ 10 മണിക്ക് മുമ്പ് കൊടുക്കാനും കേക്കുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കും തിരക്കൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് പുറത്ത് പോകാം, ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് ഞാൻ ഉച്ചയ്ക്ക് ആൾ ചോറിന് വന്നപ്പോൾ ഒരു പ്ലാൻ ഇട്ടായിരുന്നു കേട്ടോ. ഇത് ഞായറാഴ്ച രാവിലെ കൊടുക്കാനുണ്ടായിരുന്നൊരു കേക്കായിരുന്നു. ഇതും എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് രാവിലെ അത്തച്ചും അമ്മച്ചും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ½ kg സ്പാനിഷ് ഡിലൈറ്റും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഇതും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് കൊടുക്കാനുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം തിരക്കും കേക്കൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു 7 മണി 7:30 ആയപ്പോഴേക്കും ടൗണിൽ പോയി. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള തമ്പിച്ചേട്ടൻ്റെ തട്ടുകടയിലാണ് കേട്ടോ പോയത്. തൊടുപുഴയിൽ തട്ടുകട ഫുഡ് കഴിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിക്കഴിയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള തമ്പിച്ചേട്ടൻ്റെ തട്ടുകടയിൽ ദോശയും ചമ്മന്തിയും അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി ദോശയും ചമ്മന്തിയും ഓംലെറ്റും പുളിസയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാം. ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പം ഞങ്ങൾ തന്നെ ഉള്ളപ്പോഴാണെങ്കിലും ചിലപ്പോഴൊന്നുമില്ല വല്ലപ്പോഴൊക്കെ നൈറ്റ് ഡ്രൈവ് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോകാറുണ്ട് കേട്ടോ. പോയി ഒരിക്കൽ ഞങ്ങൾ മറൈൻ ഡ്രൈവ് വരെ പോയിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് പോയി ഒന്ന് കറങ്ങി ഒക്കെ വന്ന് അപ്പം ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ഉറക്കം ഓക്കെയാണ്, അതേപോലെ തന്നെ ചെറിയ ആളുടെ മൂഡും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ നൈറ്റ് ഡ്രൈവ് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടി കയറുമ്പോൾ ആളുടക്കമായിരിക്കും. ഇന്ന് എന്തായാലും ആൾക്ക് നല്ല മൂഡായിരുന്നു. പക്ഷേ കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ഉറക്കം വന്നു തുടങ്ങി. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ആളും പറഞ്ഞു പക്ഷേ മഴ പൊടിയുന്നുണ്ട്. ആളും പറഞ്ഞ് നമുക്ക് പോകാം, തിരിച്ചു പോകാം. അതുകൊണ്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവ് വരെ പോയില്ല. അതിന് കുറച്ചൊരു 40 മിനിറ്റും കൂടെ ഉണ്ട് മറൈൻ ഡ്രൈവ് എത്തണമെങ്കിൽ. അതിന് മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ചിട്ടാ. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഉച്ച കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിള്ളേരെല്ലാം കൂട്ടി എൻ്റെ മൂത്ത സിസ്റ്ററും പിള്ളേരും വേറെ വണ്ടിയിലുണ്ട്. ഇവർ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ അവിടെ പോയി. ഞങ്ങൾ അന്ന് പോകുമ്പോൾ ഞങ്ങൾ മഴയും കൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അവളുടെ വീട് മയിലൂരാണ്, അടിവാട് അടുത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേരെല്ലാവരും പിള്ളേരും ഉള്ള പിള്ളേരും എല്ലാം വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി 7:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പം പിള്ളേരെ ഹാപ്പി ആക്കുന്നുള്ളായിരുന്നു അന്ന് 2 ദിവസത്തെ ഞങ്ങളുടെ ഉദ്ദേശം. അതെന്തായാലും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്